കാന്താ ഞാനും വരാം തൃശൂർ പൂരം കാണാൻ. കാന്താ ഞാനും വരാം തൃശൂർ പൂരം കാണാൻ. കൊട്ടണം കാന്താ. ഹലോ കേൾക്കുന്നുണ്ടോ? ഒരു മിനിറ്റ് ഞാനൊന്ന് മാറിക്കോട്ടെ ഇവിടെ നിന്ന്. കൊട്ടണം കാന്താ. ഇവിടെ ആണെങ്കിൽ മാർട്ടിനും അല്ലയൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ കണ്ടിട്ട് അഡ്വൈസ് പറയാൻ നോക്കരുത്, കുറച്ചൊക്കെ അടിക്കാം. അടിച്ച് കൂമ്പൊന്നും പാട്ടരുത്. അറ്റ്ലീസ്റ്റ് നമ്മുടെ കെട്ട് കഴിയുന്നവരെങ്കിലും. എടാ എനിക്ക് ഈ എക്സൈറ്റ്മെന്റ് ഒന്നുമില്ലേ? എടാ പൊട്ടാ, 2 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ കല്യാണ. ഇവിടെ ആണെങ്കിൽ എൻ്റെ കൈയൊക്കെ തണുത്ത് വിറയ്ക്കാം. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. ആരോട് പറയാൻ? അതെ, എന്തായാലും നീ അവിടെ കസിൻസ് ആയിട്ടുള്ള പരിപാടിയൊക്കെ നടക്കട്ടെ. ഞാനിവിടെ ഇവന്മാരായിട്ടുള്ള പരിപാടിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഫ്രീ ആയിട്ട് നിന്നെ വിളിക്കാം. ഓക്കെ ഓക്കെ. ലവ് യു. സേതു ഒരു സിപ്പടിക്കണ്ട. വേണ്ട അങ്ങനെ സിപ്പാക്കാ. വേണ്ട മോൻ കുടിച്ചോ. എന്നാ നീ ഇതടിക്ക്, ഞാൻ വേറെ എടുത്ത് തരാം. വേണ്ട നീ കുടിച്ചോ, ഞാൻ വേറെ എടുത്തോളാം. അങ്ങനെ ആഫ്റ്റർ എ ലോങ് ടൈം അല്ലേ? എന്ത്? അല്ല, നമ്മളെല്ലാരും കൂടിയൊക്കെ ഇങ്ങനെ. ശരിയാ, എന്തായാലും നല്ല രസമുണ്ടല്ലേ. എല്ലാരും മാറിപ്പോയൊക്കെ. എബിനൊക്കെ നോക്കി, കേരളവനെ വയറൊക്കെ ചാടി. ഞാൻ സ്റ്റില്ല അങ്ങ. ശരിയാ, പക്ഷെ നിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. പഴയ കോഴിത്തര അതുപോലെ തന്നെ ഉണ്ട്. നമ്മൾ ലാസ്റ്റ് എന്താ കണ്ടത്? ശരണ്യയുടെ മാരേജിനല്ലേ? അല്ലല്ല, ഏഞ്ചലിന്റെ കല്യാണത്തിനായിരുന്നു. ഞാനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആ, നീയൊന്നും മറ്റേ ഡിപ്രഷൻ മൂടൊക്കെ അടിച്ച്. എടാ മതി ചുമ്മാ. എന്തായാലും നിന്റെ ഫേസ് ഇപ്പൊ നല്ല ഹാപ്പിയാ, അതുകൊണ്ട് ഞങ്ങളും നല്ല ഹാപ്പിയാ. എന്തൊക്കെയായിരുന്നു അല്ലേ കോളേജ് ലൈഫ്? നോ ടെൻഷൻ, നോ പ്രാരാബ്ദം. അന്ന് നീ സ്റ്റാർ ആയിരുന്നില്ലേ? കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ ചെക്കന്മാരും മൊത്തം നിന്റെ പിന്നാലെ. മതിയുടെ നിർത്ത്. എനിക്കതൊക്കെ ആലോചിക്കുമ്പോൾ തൊലി ഉരിഞ്ഞു പോവാ. അപ്പമാർക്കൊന്നും കണ്ണൊന്നും ഉണ്ടായിരുന്നില്ലേ? അയ് ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞേ. സ്പോർട്സിലും ആർട്സിലും ഒക്കെ സേതു. പിന്നെ എങ്ങനെ ആവാതിരിക്കണ? എല്ലാവരും നിന്റെ പിന്നാലെ. ആക്ച്വലി ഞാനും നിന്റെ ഒരു ഫാൻ ആയിരുന്നു. ഇത് ശരിക്കും പറഞ്ഞൊരു ഫാൻ ബോയ് മൂവ്മെന്റ് ആണ്. എന്താ വയ്യ നിനക്ക്? എന്നാ ഞാൻ വേറൊരു സത്യം പറയട്ടെ. നീ ആക്ച്വലി പണ്ടത്തെക്കാളും സ്റ്റൈലായിരിക്കുന്നത് ഇപ്പോഴാണ്. നിന്നെ ഇപ്പൊ കണ്ട സത്യം പറഞ്ഞ എനിക്കൊന്ന് പ്രേമിക്കാൻ തോന്നുന്നു. മോനെ മാത്താ, നീ ഒന്ന് കെട്ടിയതല്ലേ? അവർക്ക് സുഖം തന്നെയല്ലേ? അല്ല, നീ പ്രേമിച്ചത് നമ്മുടെ ക്ലാസ്സിലെ നിമേനെ, എന്നിട്ട് നീ കെട്ടിയത് അവളുടെ അനിയത്തി ഹിമേനെ. ഇതെങ്ങനെയാടാ? ഇതുപോലുള്ള ഡയലോഗൊക്കെ പറഞ്ഞിട്ടായിരിക്കുമല്ലോ നീ അവളെയും വീഴ്ത്തിയത്. അവള് പോട്ടെ, നമ്മുടെ കോളേജിലെ ഒട്ടുമിക്ക പിള്ളേരോട് നീ ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലേ പറഞ്ഞേക്കുന്നത് അല്ലേ? നിന്റെ പുറകെ എത്ര ചെക്കന്മാര് നടന്നു, നല്ല അടിപൊളി ചെക്കന്മാര്. നീ പോയി വീണതോ ആ കോന്തം കിരന്ന്. എന്തൊക്കെയായിരുന്നു? ഒരുമിച്ച് ഡാൻസ് കളിക്കുക, ഒരുമിച്ച് കൈമ പിടിച്ച് നടക്കുക. എന്നിട്ട് എന്തായി? അവസാനം അവൻ പോയില്ലേ, അതും സ്വന്തം കൂട്ടുകാരുടെ കൂടെ തന്നെ. മതിയടാ, ഇന്നതേ വിളിക്കണ്ട്, അങ്ങോട്ട് ചെല്ല്. നമ്മളായിട്ട് ഞാൻ മൂടാണല്ലേ. പിന്നെ ചെറുതന്നെ ചോദിച്ചാ അവനോരൊന്നും പറഞ്ഞൂലേ നിന്റെ അടുത്ത്? ഏയ് അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ അതൊക്കെ പണ്ടേ വിട്ടതാ. അവന്റെ സ്വഭാവം അങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ? ചൊറിയൻ സ്വഭാവം ഇത്തിരി കൂടുതലാ. വന്നപ്പോ എൻ്റെ അടുത്ത് എടുത്തതാ, ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്. അതാ നിന്റെ അടുത്തേക്ക് വന്നേ. അല്ല, നിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെ പോണു? ബോട്ടിക്ക് ഒരെണ്ണം പുതിയത് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? റീസെന്റ് നമ്മുടെ തൃശ്ശൂർ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ബിസിനസിന്റെ കാര്യം പറയാനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലടി. പക്ഷെ ഇപ്പൊ ഓൺലൈൻ ഓർഡേഴ്സാ കൂടുതലും. അല്ല നിഖിൽ എപ്പോ വരും? അവൻ ഇനി ഇങ്ങോട്ട് വരണം മട്ടൊന്നുമില്ല മോളെ. ഞാൻ ഇനി അങ്ങോട്ട് പോയാലോന്ന് ആലോചിക്കുക. ശരിക്കും? അല്ലട്ടാ,
അവന്റെ ലീവ് കുറച്ച് ടാസ്കാ. അപ്പൊ ഈ മാസം ലാസ്റ്റ് ഞാൻ അങ്ങോട്ട് പോകും. ആണോ? എടി പിന്നെ ഞാൻ ഇത്തിരി നേരത്തെ ഇറങ്ങൂട്ടാ. അവന്റെ വീട്ടിൽ പറയാണ്ട വന്നേക്കണേ. ഇത്ര നേരത്തെ പോണോ? കുറച്ചുകൂടി നിന്നിട്ട് പോയാ പോരെ? സീനാ ഓടി, അതാണ്. എന്നാ ശരി, എന്നാ നീ പൊക്കോ, ലേറ്റ് ആക്കണ്ട. പിന്നെ നീ അവരെ വിളിച്ചില്ലേ? ആര്? കിരണിനെയും ചാരുനെയും. ഇതെന്നാ? നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ഈ ടോപ്പിക്കിനോട് സംസാരിക്കണ്ട, എനിക്ക് താല്പര്യമില്ല. അതല്ലടി. വേണ്ട. എടി സോറി എടി, അവരും കൂടി വന്നാലല്ലേ നമ്മുടെ ടീം ഒന്ന് ഫില്ലാവുള്ളൂ. അതാ ഞാനെന്നാ പോട്ടെ, കല്യാണത്തിന് വരാട്ടാ. ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അബിൻ സക്രിയ. നമ്മൾ എന്തിനോട് കൂടി ഇരിക്കുന്നേ? കള്ളുടിയാൻ. എന്തിനാ? കള്ളുടിയാൻ അല്ല, നമ്മൾ കോളേജിലായിരുന്ന സമയത്ത് യുവാക്കളുടെ ഉറക്കം കെടുത്തിയ ദ ബ്യൂട്ടിഫുൾ ലേഡി സേതുലക്ഷ്മി ഈ ഗെറ്റിംഗ് മാരീഡ്. നമ്മുടെ കൂട്ടത്തിലെ സിംഗിളായി നടന്ന അവസാനത്തെ കണ്ണി 2 ദിവസം കൂടി കഴിഞ്ഞ മിസ്സീസ് ആദിത്. യെസ്, ഞാൻ 2 വാക്ക് സംസാരിക്കാനായിട്ട് സേതുലക്ഷ്മിനെ ക്ഷണിക്കുന്നു. ഞാനിപ്പോ എന്താ പറയാ? നീ ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ ലവ് സ്റ്റോറി അങ്ങോട്ട് പറയ്, വിശദീകരിച്ച് പറയ്. അത് വേണോ? അത് വേണം അല്ലേ? ആ, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു അബിൻ ഫോർ ദിസ് ഉഗ്രൻ ഇൻട്രൊഡക്ഷൻ. ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട് അതിനെ കാണുന്നത് ബാംഗ്ലൂർ വെച്ചിട്ടാണ്, ഞങ്ങളുടെ ഒരു ഫാമിലി ഫങ്ഷന്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എനിക്ക് ഒരു ബാഡ് പാസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ട്രോമ സ്റ്റേജ്. അപ്പോൾ എന്നെ ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് എന്നെ മാറ്റിയെടുത്തത് ആദ്യമാണ്, നോട്ട് ആദിത്യൻ. ആൻഡ് അവനെന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സ്റ്റിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവൻ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് പേഴ്സണാണ് ആൻഡ് ഐ റിയലി ലവ് ഹിം. സത്യം പറഞ്ഞാൽ ഐ എം വെരി ലക്കി ടു ഹാവ് ഹിം. പിന്നെ എൻ്റെ ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ ആണുങ്ങളെ മൊത്തമായിട്ട് ഞാൻ വെറുത്തൊരു ടൈം ഉണ്ടായിരുന്നു. ഈ ആണുങ്ങളെല്ലാം ഭയങ്കര ഫ്രോഡാണെന്ന് ഞാൻ വിശ്വസിച്ചൊരു ടൈം. ആ ഒരു ടൈമിലാണ് ഇത്രയും ലോയലായിട്ടൊരു പേഴ്സണെ ഞാൻ കാണുന്നത്. പിന്നെ നിങ്ങളൊക്കെ പറഞ്ഞ പോലെ ഈ ഒരു ചിരിക്കുന്ന സേതുല്ലേ, എന്നെ ഇങ്ങനെ ആക്കാൻ അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എടാ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം 2 days കഴിഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം. ഞങ്ങൾ 2 പേരും ഭയങ്കര ത്രില്ഡാണ്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഇനി മുമ്പോട്ടും ഞങ്ങൾക്ക് 2 പേർക്കും വേണം. അപ്പോൾ ഗൈസ്, എൻജോയ്. നീ ആ സന്തോഷത്തിന് ഇതടിക്കണം. വേണോ? വേണം. ഓക്കെ, അടി. എത്ര പെട്ടെന്ന് കിടന്നുറങ്ങു. സേതു, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. എനിക്ക് കേൾക്കണ്ടെങ്കിലോ? ഡാ പ്ലീസ്, അന്ന് എന്തുണ്ടായെന്ന് നീ അറിയണം. എനിക്കൊന്നും കേൾക്കണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ 2 പേരും കൂടി എന്നെ ചതിച്ചെന്നോ? നിങ്ങൾ 2 പേരും എൻ്റെ കാല് പിടിക്കാം, ഞാൻ നിങ്ങളോട് ക്ഷമിക്കണം, ഇതൊക്കെയല്ലേ നിങ്ങൾക്ക് പറയാനുള്ളത്? ഒറ്റേട്ടൻ 2 പേരെ. എടി, നീ എൻ്റെ നിഴല് പോലെയല്ലേ എൻ്റെ കൂടെ നടന്നത്. ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും നിന്നോടല്ലേ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചതുപോലെ നിങ്ങൾക്ക് അറിയായിരുന്നില്ലേ? ഞാൻ ഒന്നും പറയുന്നില്ല, പറഞ്ഞാൽ കൂടിപ്പോവും. എടി, അറ്റ്ലീസ്റ്റ് നിനക്കെങ്കിലും എന്നോടൊന്ന് ഷെയർ ചെയ്യായിരുന്നില്ലേ ഇത്? അങ്ങനെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു മാറി തരത്തില്ലായിരുന്നു. ഇതിപ്പോ തെറ്റ് ചെയ്തു, പക്ഷെ അത് അവനല്ല, ഞാനും എൻ്റെ വീട്ടുകാരായിരുന്നു. അന്ന് ശരിക്കും എന്തുണ്ടായി എന്ന് നീ അറിയണം. എനിക്ക് നിന്നോട് അത് പറയണം. നിനക്കൊരു കാർത്തികിനെ ഓർമ്മയുണ്ടോ? കിരണിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. ഞാനും അവനും റിലേഷൻഷിപ്പായിരുന്നു. സീക്രട്ടാണ്, പക്ഷെ അതറിയുന്ന ഒരേ ഒരു വ്യക്തി കിരണായിരുന്നു.
എടി ഒന്ന് സമാധാനപ്പെടി, ഒരു വഴി ഉണ്ടാക്ക. നീ ഇങ്ങനെ കരയല്ലേ, സീനൊക്കെ മാറും. എന്ത് മാറുന്ന നീ പറയണേ? നിനക്കറിയില്ല, എനിക്ക് ഇനിയും വയ്യവരുടെ തല്ലുകൊള്ള. ഞാൻ ഇപ്പൊ റെഡിയാണ്, നീ എന്നെ ഇവിടുന്ന് എവിടേക്കേലും ഒന്ന് കൊണ്ടുപോ. ഡിഡി നീ അങ്ങനെ പറയല്ലേ, എനിക്ക് ടെൻഷനാണ്. ഇറങ്ങി വരാന്ന് വെച്ചാ റിസ്കണതൊക്കെ. എനിക്ക് ആലോചിച്ചിട്ട് നീക്ക് ആലോചിക്കാനുള്ള ഒരു സമയം എന്താ? കാർത്തി, എനിക്ക് ആലോചിക്കാനൊന്നും സമയമില്ല. നീ ഇപ്പൊ വന്നില്ലെങ്കിൽ ഞാനും ചാവും. പിന്നെ നീ അത് പറയല്ലേ, ഞാൻ വരാം. നീ കട്ടേ, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ ട്ടാ. ഞാൻ സിഗരറ്റ് തന്നെ എടാ. അതേ അവളുടെ വീട്ടിൽ വന്ന് കലാപം സീനാണോ? അവള് ചാവൂന്നൊക്കെ പറയണേ. അല്ല, അപ്പൊ എന്താ പ്ലാൻ? എന്താ? അതിപ്പോ ഞാനും ആലോചിക്കണം എന്താ ചെയ്യേണ്ടി വരും. എടാ, സേലത്തിന്റെ കസിനില്ലേ, ആര്? ധ്രുവ? ആ, അവൻ്റെ അവിടെ കൊണ്ടുപോവാ. അല്ലെങ്കിൽ വേണ്ട, നീക്കൊരു ഹെൽപ്പ് ചെയ്യൂ. നീ ഇപ്പോൾ അവളൊന്ന് പിക്ക് ചെയ്യൂ. അല്ല, ഞാനാ നിനക്ക് പോയി കൂടെ? എടാ, ഞാൻ പോയാ അത് വേറെ പ്രശ്നമാണ്. അവളുടെ വീട്ടിലൊക്കെ ആകെ പ്രശ്നമാവും. പിന്നെ പകൽ നമുക്ക് വൈകുന്നേരം പോയപ്പോഴേ. എടാ, അവള് ചാവാൻ നിൽക്കുമ്പോ പകല് രാത്രിയൊക്കെ ഉണ്ടാ. ഒന്ന് ഹെൽപ്പ് ചെയ്യടാ, ഞാനിവിടെ തന്നെ ഇല്ലേ. എന്നാ നീ നിന്റെ കാറിന്റെ കീതാ? ഏയ്, എൻ്റെ കാറ് കൊണ്ടുപോയ പ്രശ്നമാണ്. അവിടെ അവളുടെ ഏരിയ ഫുൾ എൻ്റെ കാർ സ്കെച്ചാ. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ബൈക്ക് എടുത്തൊന്ന് അവളെ പിക്ക് ചെയ്തിട്ടോ. ഞാനിവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. എൻ്റെ ബൈക്കോ? ആ എടാ, എൻ്റെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതാ. എടാ, ഒരു സീനും ഇല്ലടാ, ഞാനിവിടെ തന്നെ നിൽക്കാം. എൻ്റെ ഫോണ് ഓൾറെഡി അവൈലബിൾ ആയിരിക്കും. കൂട്ടുവാ. ആ, ഉണ്ടാവൂലേ? ഇവിടെ തന്നെ ഉണ്ടാവും. ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. ശരി. അളിയാ, പിന്നെ സൂക്ഷിച്ചു പോണേ. എന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്ത? ഞാനന്ന് പ്രതീക്ഷിച്ചത് കാർത്തീനെയാ, പക്ഷെ വന്നത് കിരണം. ഞാൻ അവൻ്റെ കൂടെ ബാഗ് എടുത്തിറങ്ങിയപ്പോൾ നേരെ മുന്നിൽ അച്ഛനും ഇളയച്ചനും ചേട്ടന്മാരൊക്കെ ആയിരുന്നു. പിന്നെ നോക്കുമ്പോൾ ഞങ്ങളുടെ കല്യാണം. ഞങ്ങൾക്ക് പറയാനുള്ളത് പോലും അവർ കേട്ടില്ല. നീ ഞങ്ങളുടെ മോളെ കണ്ടിട്ടുണ്ടോ? ഋതു, 1.5 വയസ്സായി. എന്റെയും കാർത്തിയുടെയാ. കിരണായിട്ട് ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ ഓൾറെഡി 3 മാസം പ്രഗ്നന്റ് ആയിരുന്നു. ഞാൻ എന്തെങ്കിലും കടുകൈ ചെയ്യുന്ന വിചാരിച്ചിട്ടായിരിക്കും അവൻ ഇതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. പാവം, അവനെങ്ങനെയാ ഈ ജീവിതം തള്ളി നീക്കണേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത്രയായിട്ടും ഞങ്ങളൊന്നും മിണ്ടിയിട്ട് പോലുമില്ല. ഇതൊക്കെ പറയാനായിട്ട് ഞാൻ നിന്നെ ഒരുപാട് കാണാൻ ശ്രമിച്ചതാ. പക്ഷെ നീ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, ട്രോമ സ്റ്റേജിലാണെന്നൊക്കെ അറിയാൻ കഴിഞ്ഞ. സേതു, നീ വേണമെങ്കിൽ വെറുത്തോ, അവനെ അല്ല എന്നെ. ഞാൻ കാരണം നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫ് ഇങ്ങനെ. സേതു, ഐ എം സോറി.